പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്ന രഞ്ജിത്ത് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു വിദഗ്ധ നിലപാടെന്ന് നോക്കാം. അതായത് എന്താ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്, ലോറി ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ? ലോറി ലാൻഡിൽ തന്നെ കാണാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളിയെ കുറച്ച് ഗ്രൂപ്പിൽ നിന്ന് വന്ന് അവരോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചിരുന്നു. കാരണം 2 ദിവസം മൊബൈൽ റിങ് ചെയ്തായിരുന്നു. ഒരിക്കലും ഒരു റിവറിലേക്ക് പോയിരുന്നെങ്കിൽ ആ മൊബൈൽ ഒരിക്കലും അത് വർക്ക് ചെയ്യത്തില്ല. കാരണം ക്യാബിന് എന്തായാലും ഇവിടുന്ന് അത്രയധികം ലോറി നിരങ്ങിയാൽ സഞ്ചരിക്കും. അതിനിടയ്ക്ക് ഗ്ലാസ് എല്ലാം പൊട്ടി വെള്ളം അതിനകത്ത് കംപ്ലീറ്റ് ആക്കി കയറും. പിന്നെ മാത്രമല്ല ഈ റിവറിൽ NDRFന്റെ വാട്ടർ യൂണിറ്റും ഈ നേവിയുടെ ഡീപ്പ് ഡൈവേഴ്സും എല്ലാം ഹൈ എഫിഷ്യൻ്റുള്ള സെർച്ചിങ് നടക്കുന്നത്. സോണാർ ഉപയോഗിച്ചുള്ള സെർച്ചിങ് തന്നെ നേവി നടത്തുന്നുണ്ട്. ആ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ വുഡിന്റെ ഒരു സാമ്പിളിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴത്തേക്ക് ലാൻഡ് തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ പറഞ്ഞ പോർഷനിൽ ആ ഒരു GPR കാണിച്ച ലൊക്കേഷൻ, പിന്നെ നേരത്തെ GPS ഈ വണ്ടിയെ ട്രാക്കിംഗ് GPS ലൊക്കേഷനിൽ ഒരു ഡീപ്പ് ആൻഡ് ഒരു വൈഡ് സെർച്ചാണ് നടക്കുന്നത്. അത് മാക്സിമം നമ്മൾ ഫൈൻഡ് ഔട്ട് മാക്സിമം നമ്മൾ അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഒരു സംശയം, സ്വാഭാവികമായൊരു സംശയം, അതായത് നമുക്ക് ഈ മണ്ണ് കാണാം, അതായത് നമ്മുടെ കൺമുന്നിലുണ്ട് ഈ മണ്ണ്. ഏറിയാൽ ഒരു 10 അടി ഉയരത്തിൽ മാത്രമേ ഈ മണ്ണുള്ളൂ. അത്രയും വലിയ ട്രക്കാണ്, അതായത് ഈ തടി കയറ്റി വന്ന ട്രക്കാണ്. സ്വാഭാവികമായും തടിയുടെ അവശിഷ്ടങ്ങളെങ്കിലും അതെങ്കിലും നമുക്ക് ഇതിനുള്ളിൽ കണ്ടെത്തേണ്ടതല്ലേ? കാരണം ഇത്രയും വലിയ സ്ലൈഡിങ്ങിനിടയ്ക്ക് ഒരു ട്രക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് പോയി നിങ്ങൾ കണ്ടോളൂ, അകത്ത് നിന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത്, എൻ്റെ അകത്ത് നിന്ന് സെർച്ച് ചെയ്യുന്നത് അവർ കാണുന്നുണ്ട്. അതിൻ്റെ അകത്ത് വീണിരിക്കുന്ന കല്ലെന്ന് പറഞ്ഞാൽ ഒരു ക്യാബിനടക്കം വലിയ ഹിറ്റാച്ചിക്ക് പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ കല്ലാണ്. ബോൾഡർ റോക്സ്, വലിയ ബോൾഡർ റോക്സ് ആണ് കിടക്കുന്നത്, ഹെവി സ്റ്റോൺസ് ആണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഹിറ്റാച്ചിക്ക് പോലും പിടിച്ചാൽ പൊങ്ങുന്നില്ല. അപ്പോൾ അതിനെ എന്തായാലും അത് അവിടെ നിന്ന് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഇത് മാറ്റിക്കൊണ്ട് തന്നെ ഒരു ഡീപ്പ് ആൻഡ് വേറെ എന്തെങ്കിലും ഒരു കാണിച്ചു കൂട്ടുകയല്ല JCBക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ഡീപ്പ് ആൻഡ് ഒരു വൈഡ് സെർച്ച് തന്നെയാണ് നടക്കുന്നത്. വളരെ അപ്പോൾ ഒരു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളവിടെ ഇറങ്ങി നിന്നോ, ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെറ്റലാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി വളരെ ഇറങ്ങി നിന്നാണ് ആ സെർച്ച് നടക്കുന്നത്. രഞ്ജിത്ത് ഏത് തരത്തിലാണ് അതിൻ്റെ ഏത് തരത്തിലുള്ള പരിശോധനയാണ് നടത്തുന്നത്, അതൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. ഞങ്ങൾ ഒരു സ്ഥലം ഇത്ര സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാർക്കിംഗ് ഏരിയ, ഈ GPR ആയിട്ട് ലൊക്കേഷൻ, ഇവരുടെ GPS ആയിട്ട് ലൊക്കേഷൻ, GPR കിട്ടിയ ലൊക്കേഷനാണ് കൂടുതൽ സെർച്ച്. ഈ പാർക്കിംഗ് ഏരിയ ആണ് ഈ GPR വന്നിരിക്കുന്നത്, ഈ പെനിട്രേറ്റിംഗ് റഡാർ വെച്ച് കിട്ടിയിരിക്കുന്നത്. അവിടെ വെച്ച് മണ്ണ് പുറത്ത് വെച്ച് മണ്ണ് ഹിറ്റാച്ചി എടുക്കുന്നതുകൊണ്ട് അകത്തൊരു ഹിറ്റാച്ചി കയറ്റിക്കൊണ്ട് അവിടെ ഗ്രൗണ്ട് നമ്മുടെ ഈ ടാറിട്ട റോഡില്ല അവിടെ മുട്ടുന്ന രീതിയിൽ വരെ കംപ്ലീറ്റ് കോരി മാറ്റി നോക്കുന്നുണ്ട്. അങ്ങനെ ടാറിട്ട റോഡിൽ എത്തിയോ? പലതവണ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഈ സെർച്ച് തന്നെ ഫുള്ള് ഇത്രയും കാണുന്നുള്ളൂ. ഇപ്പൊ ഇത്രയും ഇത് വീണ്ടും മാറാനുള്ളതാണ്, കാണുന്നുണ്ടല്ലോ ബാക്കിൽ. ഇത്രയും ഡെബ്രസ് മാറ്റേണ്ടതുണ്ട്, അല്ലാതെ നമുക്കൊരു ഈ പിക്ചർ ക്ലിയർ ആവത്തില്ല. നേരത്തെ ലോറി ഉടമ മനാഫ് പറഞ്ഞൊരു വാഹനത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയിരുന്നു, അങ്ങനെ ഉണ്ടായോ? ഇല്ല, അങ്ങനെയില്ല. നമ്മൾ മെറ്റലാണെന്ന് വിചാരിച്ച് നമ്മൾ ചാടി ഇറങ്ങിയിരുന്നു. നമ്മൾ മെറ്റൽ റോക്കിന്റെ തന്നെ വേറൊരു ടൈപ്പ് കണ്ടന്റ് ആയിരുന്നു. നമ്മൾ ആ JCB ആ ഒരു താഴ്ന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഇറങ്ങി നോക്കി, വിശദമായി പരിശോധിച്ചു. അതൊരു മെറ്റൽ കണ്ടന്റ് അല്ലത്. മെറ്റലാണ് കിട്ടിയത് നമുക്ക് വളരെയധികം ഇതിന് വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായാലും. അതായത് മണ്ണിനടിയിൽ ഇപ്പോഴും ലോറി ഉണ്ടെന്ന പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകാം അല്ലേ? തന്നെയാണ് ലോറികൾ. കാരണം ഒരു വാട്ടറിലുള്ള സെർച്ച് വളരെ ഹൈ ഡീപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, NDR വാട്ടർ യൂണിറ്റ് ഉണ്ട്, നേവി യൂണിറ്റ്, അവരെല്ലാവരും നേവി വിത്ത് സോണാർ. ഈ കരസേനയുടെ യൂണിറ്റ് കൂടി ഇപ്പൊ കൂടിയിട്ടില്ലേ, നിങ്ങൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്? സാർ സംസാരിച്ചു. സാറ് ഉത്തരാഖണ്ഡുകാരൻ ഒരു മേജറാണ്, അവർ 60 മെമ്പേഴ്സ് ഉണ്ട്. സാറ് നമ്മൾ ജോയിന്റ് ഓപ്പറേഷൻസ് സാറ് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. NDRFന്റെ ഗ്രൂപ്പ്, ഇന്ത്യൻ ആർമി, ഞങ്ങൾ സംഘം കൂടി എത്തിയതോടുകൂടി തെരച്ചിൽ കുറച്ചുകൂടി വേഗത കൈവന്നിട്ടുണ്ട്. ഒരു കുറച്ചും കൂടെ ഇന്ത്യൻ ആർമി അല്ലേ, കുറച്ച് കോർഡിനേഷൻ വരുമ്പോഴത്തെ നമുക്കൊരു പിന്തുണ കുറച്ച് കൂടും. അവരെന്തെങ്കിലും ഒരു ആധുനിക സംവിധാനത്തിലുള്ള സാധനങ്ങളോ എന്തെങ്കിലും സ്റ്റില് കൊണ്ടുവന്നില്ല, സാർ ഡിസ്കസ് കൊണ്ടുവന്നില്ല. ഞാൻ പറഞ്ഞ ഒരു ഹൈ പവർ റഡാർ എങ്ങനെയെങ്കിലും എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ പക്ഷേ സൂറത്ത് NITയിലെ ആ റഡാറിൽ പോരായിരുന്നു. കാരണം ഈ വെറ്റ് ഡ്രൈ ക്ലൈമറ്റിൽ കൊള്ളാം, പക്ഷേ വെറ്റ് ഇതിലത് നമ്മൾ ആ അവിടെ വെച്ച ഒരു ഗ്രൂപ്പിംഗ് വെച്ചാണ് നമ്മളത് എടുത്തത്. ആ ഒരു ഇന്നലത്തെ അതിൽ പോയിന്റ് ഔട്ട് ചെയ്തത്. ഇന്ന് അവിടെ ഇപ്പോൾ സെർച്ച് നടക്കുകയാണ്. പക്ഷേ അതിനേക്കാളും ഷോയിങ് വ്യക്തമായിട്ട് കുറച്ചും കൂടി ആക്യുറസി 100% ഇത് ട്രക്കിൽ ചേർന്ന് കാണിക്കുന്ന ഒരു ഹൈ പവർ നമുക്കൊരു റഡാറാണ് ആവശ്യം നമുക്ക്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലെ കനത്ത മഴയാണ്, അതായത് കുത്തി ഒലിച്ച് വെള്ളം വരിക മുകളിൽ നിന്ന്. ഇപ്പൊ തന്നെ നമുക്ക് കാണാം, ഇങ്ങനെ മലയുടെ ചെറിയ ഭാഗങ്ങൾ അടർന്ന് വരുന്നുണ്ട്. അപകടകരമായ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഞാനും അവിടെ കയറാനും. ഇപ്പൊ ഞാനും എൻ്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, പുള്ളി, പിന്നെ NDRF 2 പേര്, NDRF ഓഫീസറും ഒരാൾ NDRF നിൽക്കും. അപ്പോൾ 4 പേര് അവിടെ നിൽക്കാൻ അനുവാദമുള്ളൂ. കാരണം അങ്ങനത്തെ ഏരിയയാണ്. അവിടെ നമ്മൾ ഓരോ ബക്കറ്റ് കോരുമ്പോഴും നമ്മളൊരു വെള്ളം കുടിക്കാതെ കഴിക്കാതെ അവിടെ ബക്കറ്റ് കോരുമ്പോഴും എന്തെങ്കിലും ഒരു പാർട്സ് ഉണ്ടെന്ന് വളരെ ഇതാണ് നോക്കുന്നത്. ഇവരെ കണ്ടുകൊണ്ട് നിൽക്കുക. 4 പേർക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ ആ ഒരു കൊള്ളയുടെ ചാൻസ് ഉള്ളതുകൊണ്ട് വളരെ റെസ്ട്രിക്റ്റഡ് ആൾക്കാർ മാത്രമേ ഇവിടെ നിർത്തുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് രാത്രിയിൽ ഇവിടെ തെരച്ചിൽ പറ്റില്ല, സന്ധ്യ മയങ്ങൽ അവസാനിപ്പിക്കണം, കാരണം സാഹചര്യം അത്ര മോശമാണെന്നാണ്. അങ്ങനെ തന്നെയാണോ താങ്കളുടെ അഭിപ്രായം? ഇത് എനിക്ക് രാത്രി കണ്ടിന്യൂ താല്പര്യമുണ്ട്. പക്ഷേ രാത്രി എന്ത് കൊള്ളയുടെ വഴി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഇത് NDR നമ്മൾ സ്റ്റോപ്പായിപ്പോൾ.
പിന്നെ അവർ അതിൽ പിടിച്ചറിയാലോ. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഉടക്കം കാര്യം അറിയാം. നമ്മളിപ്പോൾ ചെയ്യുന്നവർക്ക് അങ്ങനെ നമ്മൾ അറിയാമല്ലോ കാര്യങ്ങൾ മാക്സിമം നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മളിപ്പോൾ എന്തായാലും ഏറ്റെടുത്തോട്ട് ഈ ഡെബ്രിസ് എന്തായാലും തീർക്കണം, എങ്ങനെയാലും പകലിട്ടാണ് തീർക്കണം. അപ്പോൾ രാത്രിയിൽ ഒരു അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ പിൻവലിക്കുന്നത്, അല്ല നമ്മൾ ചെയ്യാൻ മടിയായിട്ടൊന്നുമല്ല. കാരണം ഇപ്പോൾ പകൽ തന്നെ ചാൻസ് വളരെ വളരെ ഈ എറോഷൻ വരുന്നുണ്ട്, ഈ വലിയ മരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സൈഡിങ് വരുന്നുണ്ട്. അപ്പോൾ നൈറ്റിൽ നമുക്ക് പെട്ടെന്ന് ഓടി ഇപ്പം തന്നെ അവിടെ കയറി ഇറങ്ങി വളരെ ബുദ്ധിമുട്ടാണ്. ഈ മണ്ണ് ഇങ്ങനെ ചെളിതായി ഇപ്പൊ നമ്മൾ ഇത് താഴെ ചവിട്ടുമ്പോ തന്നെ ഉള്ള അവസ്ഥ കണ്ടില്ലേ, അത് ഭയങ്കരമായ ചെളിയാണ്. അരക്കെട്ട് മണ്ണിലേക്ക് കയറുമ്പോഴത്തെ അവസ്ഥ എന്താ? അരക്കെട്ട് വരെ താഴ്ന്നുമാണ്, വളരെ വളരെ നോക്കിയാൽ ഈ ഡേ ടൈം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് സഞ്ചരിക്കാൻ അതിൽ. അതാണ് ഈ നൈറ്റ് ടൈം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാത്തത്. നമുക്ക് എന്തെങ്കിലും പിന്നെ ഇതിനകത്ത് കൊണ്ട് സംഭവിച്ചത് എൻ്റെ സ്റ്റോപ്പായി പോകും. ഇനി നിങ്ങളുടെ മുമ്പിൽ ആകെ ഇന്നത്തെ ദിവസം ഉള്ളത് 2-2.5 മണിക്കൂറാണ്. അതിനുള്ളിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം നമ്മൾ ഇത്രയും ഊണും ഉറക്കവും ഇല്ലാതെ ഈ മഴ നനഞ്ഞുകൊണ്ട് ഇപ്പോഴാണ് കുട കിട്ടി. ഇപ്പോൾ ഒരു RTO ഒരു ദിവസം തന്നാണ്, ഇത്ര നനഞ്ഞ് നിൽക്കുന്ന കണ്ടിട്ട് പുള്ളി തന്നാണ്. കുറച്ച് ഏതെങ്കിലും കുട പിടിച്ച് നിൽക്കുക. ആ നിൽക്കുന്നത് ഞാൻ NDRF 2 പേരും ഞങ്ങൾ 2 പേരും മലയാളികളായ 2 പേരും നനഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഞാൻ ഇന്നലെ വന്നത് ഞാനും ഒരു അസിസ്റ്റന്റ് കൃഷ്ണദാസൻ ആളെ കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇവരിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഒരു പ്രൈവറ്റ് റെസ്ക്യൂ ടീം ഒരു 2 ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ സന്നദ്ധരായ നല്ല മലയാളികൾ, അവരെങ്ങനെയെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മളെല്ലാം അത് തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം മാൻ പവർ നമുക്കിപ്പോൾ ആവശ്യമില്ല. ഫസ്റ്റ് ഈ ട്രേസ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഈ സാധനം ഈ ഹെവി കാരണം കിടക്കുന്ന JCക്ക് ഇറ്റാച്ചിക്ക് പോലും പിടിക്കാൻ പറ്റാത്ത ഇതാണ് കിടക്കുന്നത്. വേണ്ട ഹിറ്റാച്ചിക്ക് പോലും പിടിക്കാൻ പറ്റാത്ത റോക്സാണ് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് മാൻ പവർ കൊണ്ട് ഇവിടെ അസാധ്യമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാൻ പവർ വെച്ച് അത് പെട്ടെന്ന് ഔട്ട് ചെയ്യാനാണ് മാൻ പവർ ആയിട്ട്. ഇവരെല്ലാം സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുകയാണ്. ഇത്തരം മലയാളികൾ വന്നാൽ നമുക്ക് സപ്പോർട്ടുണ്ട്. കാരണം ഈ സഹോദരനെ പുറത്തെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. ഇവരെല്ലാം ഈ മഴയത്തൊന്നും എങ്ങും പോകാതെ ഈ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആർമി സപ്പോർട്ട് നമുക്കെല്ലാം സപ്പോർട്ട് ഈ സഹോദരങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇതെല്ലാം വളരെ നമുക്കെന്താ ഒരു ഊർജ്ജം തരുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷ കൈവിടാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ആ ഒരു ട്രക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ. ആ ട്രക്കിന് അടുത്തെത്താതെ അർജുനെ നമുക്ക് അവിടെ നിന്ന് ട്രക്കില്ലാതെ അർജുനില്ല, മനസ്സിലായില്ലേ? ട്രക്കാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ട വെഹിക്കിള്. അത്രയും വലിയ ബിഗ് ബോൾഡേഴ്സ് വീണിട്ടുണ്ട്. അത് ഓക്കെ, താങ്ക് യു രഞ്ജിത്ത്. രഞ്ജിത്തിന്റെ സമയം ഞാൻ കളയുന്നില്ല, നടക്കട്ടെ എന്തായാലും.